നമസ്കാരം. ഗണപതി ബപ്പ മോറിയ, മംഗളമൂർത്തിയെ മോറിയ എന്ന് ഒരുപാട് മുഴങ്ങുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതിന്റെ രാഷ്ട്രീയവും ആത്മീയവും സാമൂഹികമായ ഒരു കാര്യമാണ് ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത്. നരേന്ദ്രമോദി 8:27 രാവിലെ 8:27 AM ഗണേശ ചതുർത്ഥിയെ കുറിച്ച് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ വിനായകന്റെ ആശംസകൾ അർപ്പിച്ചു. രാഹുൽ ഗാന്ധി 10 മിനിറ്റ് മുമ്പ്, നരേന്ദ്രമോദിക്കും 10 മിനിറ്റ് മുമ്പ് 8:17 ഗണേശ ചതുർത്ഥി, വിനായക ചതുർത്ഥിയുടെ ആശംസകളും മറ്റും നേർന്നിരിക്കുന്നു. അതായത് രാഹുൽ ഗാന്ധി പുതിയ സ്പേസിലേക്കും കൂടെ ഉയരുകയാണ്, വളരുകയാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. പലപ്പോഴും BJPയുടെ കോർ വോട്ട് ബാങ്ക് ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്. അതായത് ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ വ്യത്യസ്ത ജാതികളെ വിശ്വാസത്തിന്റെ, ദൈവത്തിന്റെ ഒക്കെ ഒരു സാംസ്കാരിക പരിപ്രേക്ഷ്യത്തിൽ ഒരുമിച്ച് നിർത്തുന്നതാണ് അവരുടെ രാഷ്ട്രീയം. അങ്ങനെ ആ രാഷ്ട്രീയത്തിന് നേരെ വിരുദ്ധമായ ലെഫ്റ്റ് ലിബറൽ പുരോഗമനവാദ രാഷ്ട്രീയമാണ് രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ ഒക്കെ മുമ്പോട്ട് വെച്ചിരുന്നത്. എന്നാൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഇതിന് രണ്ടിനെയും സമന്വയിപ്പിക്കുന്ന ഒരു സെൻട്രിസ്റ്റ് പൊളിറ്റിക്സ് ആണ് ലീഡേഴ്സ് എടുക്കുന്നത്. അവിടെയാണ് നരേന്ദ്രമോദി നബിദിനത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ കുറിച്ച് ഒക്കെ ട്വീറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പ്രശംസിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ അനുയായികൾ പലപ്പോഴും അദ്ദേഹത്തെ പോലും ട്രോൾ ചെയ്യാറുണ്ട് ഈ കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു സമീപനം. ശ്രീ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയേക്കാൾ 10 മിനിറ്റ് മുമ്പ് ട്വീറ്റ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധി എല്ലാ വിഭാഗങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലും, സ്വീകാര്യമാകുന്നു എന്ന തിരിച്ചറിവിലാണ്. രാഹുൽ ഗാന്ധി 8:27 ട്വീറ്റ് ചെയ്യുന്ന മോദിയുടെ 10 മിനിറ്റ് മുമ്പ് ട്വീറ്റ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയുടെ ദൈവിക വിശ്വാസമാണ്, അതോടൊപ്പം രാഷ്ട്രീയ ബുദ്ധി കൂടെയാണ്. രാഹുൽ ഗാന്ധി അപ്പോ ജുജിത്സുവിൽ, കരാട്ടയിൽ, സ്പോർട്സിൽ, ഡിപ്ലോമസിയിൽ ആൾക്കാരിലേക്ക് റീച്ച് ഔട്ട് എന്നതിനോടൊപ്പം ഹിന്ദു വിശ്വാസങ്ങളുടെ കാര്യത്തിലൂടെ നരേന്ദ്രമോദിയോട് കിടപിടിയിൽ മുമ്പോട്ട് പോകുന്നു എന്ന വലിയൊരു കാഴ്ച നമുക്ക് കാണാം. നല്ലൊരു നേതാവ് അങ്ങനെ തന്നെ ആകണം. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും സിഖിനെയും പാഴ്സിയെയും ജൈനിനെയും ജൂതനെയും വിശ്വാസിയെയും അവിശ്വാസിയെയും എല്ലാം കൂടെ നിർത്താൻ കഴിയുന്നവനാകണം. രാഹുൽ ഗാന്ധിയുടെ ആ വളർച്ചയ്ക്കും നരേന്ദ്രമോദിയേക്കാൾ മുമ്പ് ട്വീറ്റ് ചെയ്യാൻ കഴിയുന്നതിനുള്ള ആ രാഷ്ട്രീയ സാമൂഹിക ബുദ്ധി വൈഭവത്തിനും ആശംസ പറയും. അതോടൊപ്പം ഒരു വരി കൂടി, എന്താണ് ഈ ഗണപതി ബപ്പ മോറിയ, മംഗളമൂർത്തി മോറിയ ഗുസാവി? അദ്ദേഹം കർണാടക, മഹാരാഷ്ട്ര പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന വലിയൊരു വിശ്വാസിയാണ്. അദ്ദേഹമാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഗണേശോത്സവങ്ങൾ ഏകദേശം ഒരു 500 വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് കൊണ്ടുവരുന്നത്. അതിനുശേഷം നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലത്ത് ബാലഗംഗാധര തിലകനാണ് ഗണേശോത്സവങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു പോരാട്ടമായിട്ട്, യുദ്ധമായിട്ട് കൊണ്ടുവന്ന് തുടങ്ങുന്നതും മറ്റും. അതിനു മുമ്പ് 500 വർഷങ്ങൾക്ക് മുമ്പ് മോറിയ ഗുസാവി ഭഗവാനും ഭക്തനും ഒന്നാണ്, അയ്യപ്പനും അയ്യപ്പന്മാരും ഒന്നാണെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ആത്യന്തികമായി നമ്മളെല്ലാം ദൈവത്തിൽ ഒന്നാണെന്ന് പറയുന്ന ഗണപതി ബപ്പ മോറിയ, മംഗളമൂർത്തിയെ മോറിയ എന്ന് പറയുന്ന ഭഗവാനെയും ഭക്തനെയും ഒന്നാക്കുന്ന ഗണപതി എന്ന പിതാവേ, അതിനോടൊപ്പം മോറിയ എന്ന ഭക്തൻ, മംഗളമൂർത്തിയായ ഗണപതി മോറിയ എന്ന ഭക്തൻ എന്ന രസകരമായ മുദ്രാവാക്യവും മന്ത്രവും ഒക്കെ കൊണ്ടുവന്നു. അപ്പോൾ എല്ലാ ആഘോഷങ്ങളും, പരിശുദ്ധമായ നബിദിനവും വിശുദ്ധമായ ക്രിസ്മസും ശ്രീകൃഷ്ണ ജയന്തിയും ശ്രീരാമന്റെ രാമായണ മാസവും അല്ലെങ്കിൽ ഗണപതിയുടെ മാസവും അയ്യപ്പന്റെയും സുബ്രഹ്മണ്യന്റെയും, ഇനി പെട്ടെന്ന് സിഖ് ഗുരുക്കന്മാരുടെയും ബുദ്ധന്റെയും ജൈനന്റെയും എല്ലാ ആത്മീയ പാതകളുടെയും ആ നന്മ നമ്മളിലേക്ക് ഉണ്ടാകട്ടെ. ഇനി ആരെയും വിടുന്നല്ല, ഇപ്പം എന്താ പറയുന്നത്, ജൂതന്മാരുടെയോ കൺഫ്യൂഷസിന്റെയോ താവോയിസ്റ്റുകളുടെയോ എല്ലാവരുടെയും നന്മ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയട്ടെ. ആ നന്മയിലൂടെ, മതസൗഹാർദ്ദത്തിലൂടെ രാജ്യത്തെ ഒരുമിപ്പിക്കാൻ കഴിയട്ടെ. ഗണപതി ബപ്പ മോറിയ, മംഗളമൂർത്തിയെ മോറിയ. ജയ് ഹിന്ദ്.